അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ സുഖമാണ് എന്ന് നമ്മൾ വിചാരിച്ചിന്. അപ്പോൾ ഇന്ന് നമ്മൾ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണ വീഡിയോ കൊണ്ടല്ല കേട്ടോ വന്നിക്കണേ. നല്ല ഒരു വടയാണ് കേട്ടോ. പരിപ്പ് വട, കൊക്ക വട അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടില്ലേ? ഇതെന്ത് വടയാന്ന് വെച്ചാൽ നമ്മൾ നല്ല ചെറുപയർ വെച്ചിട്ടുള്ളൊരു വട ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഗ്രീൻ പീസ് ഉണ്ടല്ലോ, നമ്മളെ പച്ചക്കടല, അത് വെച്ചിട്ടും ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ ചെറുപയർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ നമ്മളെ പെരയിലുണ്ട് വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോണം കേട്ടോ. ഇപ്പോൾ ചെറുപയറൊക്കെ എല്ലാവരും പെരയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളെ മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഓലിക്ക് ചായക്കടിയൊക്കെ ഇത് വെച്ച് കൊടുക്കുമ്പോണ്ടല്ലോ നല്ല തീർപ്പതിയേക്കാരം കേട്ടോ. നല്ല ഇഷ്ടേക്കാരം. എല്ലാവരുടെ പെരയിലും സ്കൂളാണ് വിട്ട് വരുമ്പോൾ മക്കൾ ആദ്യം ചോദിച്ചത് എന്തേക്കാരം, എന്താണ് ഇമ്മച്ചിയെ അല്ലെങ്കിൽ എന്താണ് അമ്മയെ ചായക്ക് കടി അതല്ലേ ചോദിച്ചാൽ ഇവിടുത്തെ മക്കളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാക്കണ കുറച്ച് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. കണക്കും കാര്യമൊന്നും ഞാൻ ഇപ്പോൾ പറയണില്ല. നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിക്കണം. അപ്പം നമ്മൾ ചെറുപയറൊക്കെ ഇതാക്കണേ നല്ലോണം കുതിർന്നൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പം എരിവിന് ആവശ്യത്തിനില്ല ഞാൻ 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിക്കണേ. അത് ഞാൻ നമ്മളെ മിക്സീൻ്റെ ജാർക്കാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ മക്കളിങ്ങനെ തിന്നുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ കടിച്ചുമ്പോൾ ഭയങ്കര എരിവയ്ക്കാരം. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ അതിൽക്കൂടെ അരഞ്ഞ് കിട്ടുമല്ലോ, അപ്പം കടിച്ചില്ല. അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി അരിഞ്ഞിടാനാണ് നിങ്ങൾക്കൊക്കെ തിരുപ്പതി വെച്ചെങ്കിൽ അങ്ങനെ ആകട്ടോ. അപ്പോൾ ഞാൻ മക്കൾക്കൊക്കെ കൊടുക്കാണ്ടതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുപയർ ഞാൻ നമ്മളെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇതാക്കുന്നുണ്ട് കേട്ടോ, ചതച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലോണം അരയണ്ട കേട്ടോ, കുറച്ചിങ്ങനെ കടിച്ചാൻ പാകത്തിനായിട്ട് വേണം. അപ്പം ഒക്കെ പാടിട്ടിട്ടുണ്ടല്ലോ നമ്മളെ അതുകൊണ്ട് ചതഞ്ഞ് വരാൻ വല്ലാത്തൊരു ഇതുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയാം, കുറച്ചീച്ച ഇട്ടുകൊണ്ട് അങ്ങനെ ചതച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോയെന്നൊന്നും നമുക്ക് അറിയില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും നമ്മൾ ഡൈമ ലൈഫ് വീഡിയോസൊക്കെയാണ് കേട്ടോ നമ്മളെ പെരിയിലെ ചോറും കൂട്ടാനൊക്കെ വെക്കുന്നത്. അപ്പോൾ എന്നൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ. എന്നും ഇപ്പോൾ അതന്നെ കാട്ടിക്കാണ്ട് നിങ്ങളെ വെറുപ്പിച്ചണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മളെ പോലത്തെ സാധാരണക്കാർ പിന്നെ അങ്ങനെ പുറത്തൊന്നും പോകണില്ല കേട്ടോ. എന്നും സ്കൂൾ മദ്രസൊക്കെ ആയതുകൊണ്ട് എവിടേക്കും പോകാൻ കൂടണില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പുറത്ത് പോകണില്ല, വീഡിയോസൊന്നും ഇടാതെ നമ്മൾ ഔത്തത്തെ ഈ വീഡിയോസ് മാത്രം ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിക്കോളണ്ടി കേട്ടോ. അപ്പോൾ ഞാനിതാക്കണേ അതൊക്കെ ചതച്ച് ഒരു പാത്രത്തിലിട്ട് വെച്ചിക്കണം കേട്ടോ. ഇനി ഞാനൊരു സവാള എടുത്തുക്കണേ. അത് ഇനി നമുക്ക് എന്താട്ടണം, ഒന്ന് അരിഞ്ഞിടണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടിക്കുന്നത് ചോപ്പറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ 1.5 നമ്മളെ വല്ലുള്ളിയാണ് കേട്ടോ എടുത്തുക്കണത്. അപ്പോൾ അത് ഞാൻ നമ്മളെ ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കത്തി വെച്ചിട്ടും നല്ല നൈസായിട്ട് അരിയാൻ വയ്ക്കുമല്ലോ, അങ്ങനെ ആക്കിയാലും മതി. അപ്പോൾ ഞാനൊന്ന് എളുപ്പത്തിനും വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സവാളയും പിന്നെ പകുതി എടുത്തിനിയത്. അപ്പോൾ ആ പകുതി എടുത്തു, പിന്നെ ഈ ഒന്നിൻ്റെ പകുതി എടുത്തു. അപ്പോൾ ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് ഞാനവിടെ വെച്ചിക്കണേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ സവാളക്കൊക്കെ നല്ല വിലയാണ് ഇപ്പോൾ. അപ്പോൾ ഒരു മുറിയോ ഒന്നോ ഒക്കെ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ ഒന്ന് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ വല്ലുള്ളിലേക്ക് ഒന്ന് നല്ലോണം ഒന്ന് നൈസായിട്ട് അരിഞ്ഞ് വന്നിക്കണേ. ഇനി നമുക്ക് ആ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ആയിക്ക് ഇട്ട് കൊടുത്ത്. അപ്പോൾ അത് ചെറിയൊരു പാത്രമാണ്. അപ്പോൾ നമ്മളെ മക്കളിങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഞാൻ ഇതെന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കുകയാണേ. അപ്പോൾ ഞാൻ പിന്നെ കരിയേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അതും പാടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പം അതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അരിഞ്ഞിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ അതിങ്ങനെ പരത്തുമ്പോഴും അതേമാതിരി തിന്നുമ്പോഴൊക്കെ ഇങ്ങനെ കടിച്ചും. അപ്പോൾ നമ്മൾ ആ കരിയേപ്പിൻ്റെ ഇല അതിനാണ്ട് എടുത്തോണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനും വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ അരിഞ്ഞ് എടുക്കുന്നത്. അപ്പോൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ കൂട്ടി ചമച്ച് തിന്നുമ്പോൾ ആ കരിയേപ്പിൻ്റെ ഇല പള്ളേക്കാവും. അല്ലെങ്കിലോ പിന്നെ കാര്യം കഴിഞ്ഞാൽ കരിയേപ്പിൻ്റെ പുറത്ത് തരണ മാതിരി അതിങ്ങനെ കാണുമ്പോൾ നമ്മളൊന്നിങ്ങനെ എടുത്തിട്ട് കേട്ടോ. ഇതാവുമ്പോൾ അതിൽ അരിഞ്ഞ് കാണ്ട് തന്നെ
ചേർത്താൽ അതിൻ്റെ ഉള്ളിൽ പെടുമ്പം അതങ്ങനെ തിന്നുമ്പോൾ കൂട്ടി കടിച്ച് ചമച്ചം തിന്നാൽ മതിയല്ലോ. പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയാം, ഇതിൽ പെട്ടെന്ന് നമുക്ക് ഉപ്പ് വേഗം കൂടും. അതിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ കൊക്കവടയൊക്കെ ചൂടാണെങ്കിലൊക്കെ നമ്മൾ കുറച്ച് ഇടുമ്പം ഒരു തുള്ളി ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇടുമ്പോൾ കാണാൻ പെട്ടെന്നാണ് കൂടണം. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു പാത്രം ആയതുകൊണ്ട് കുഴക്കാനൊന്നും കഞ്ചൂല കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മളെ ഇറച്ചി മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇറച്ചി മസാല ഒന്നും ഇല്ലാച്ചെങ്കിൽ പിന്നെ ചിക്കൻ മസാല ഉണ്ടാവുമല്ലോ, അതോ അല്ലെങ്കിൽ ഗരം മസാല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തോളണ്ടി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടായപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്താണ്. ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കുഴച്ച് നിന്നപ്പോഴാണ് മല്ലിച്ചപ്പ് ഇടാൻ വിചാരിച്ചിട്ടോ. ഈ മല്ലിച്ചപ്പ് നമ്മളെ പെരയിലില്ല മല്ലിച്ചപ്പാണ് കേട്ടോ. നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങണ മല്ലിച്ചപ്പല്ല, ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് ആകുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അതിന്, നമ്മൾ ഈ മല്ലിച്ചപ്പൊക്കെ ഇടുമ്പോഴേ. അപ്പം ഇനി ഈ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പീടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ മല്ലിച്ചപ്പ്. അപ്പോൾ അതായാലും മതി കേട്ടോ. അപ്പോൾ ഞാനിതാക്കണേ ഒക്കെപ്പാടെ കൂട്ടി നല്ലോണം ഒന്ന് കൂട്ടി കുഴച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കണ മാതിരി തന്നെയാണ്, പക്ഷേങ്കിൽ ഇത് ചെറുപയറാണെന്നുള്ളൂ. അപ്പോൾ ചെറുപയറിൻ്റെ വെച്ചെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണ്ടി, നല്ല രസം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാനിതാക്കണേ ഇതൊക്കെ ഒന്ന് പരത്തി എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കജ്ജിൽ ഒട്ടി പിടിച്ചതക്കാനും വേണ്ടി ഒരു തുള്ളി വെള്ളം കജ്ജിലാക്കിയിട്ട് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല രസം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നല്ലോണം കുറച്ച് നല്ലോണം ഒന്ന് അരച്ചും ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഒന്ന് ചതച്ചു വിട്ടുള്ളുണ്ട്, ഇന്നെങ്കിൽ ഇതിങ്ങനെ വട്ടാക്കി എടുക്കാൻ വയ്ക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ കജ്ജിലാക്കി ഇങ്ങനെ വട്ടടിച്ചാൽ ആർക്കെങ്കിലും ഗതികേടുണ്ട് വെച്ചെങ്കിൽ നമ്മളെ ചെറിയ കുപ്പികളൊക്കെ ഉണ്ടല്ലേ, ചെറിയ കുപ്പികളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ മൂടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കജ്ജിൽ വെച്ച് കണ്ടന്നെ ഉണ്ടാക്കിയത്, പക്ഷേങ്കിൽ ഇഞ്ചത് മൂടിയിൽ ഉണ്ടാക്കണ മാതിരി തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നേക്കണം കേട്ടോ. മൂടിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ ഈ മാവ് മൂടിയിലിട്ട് കണ്ട് അമർത്തി കൊടുത്താൽ മതി. അപ്പം ആ മൂടിൻ്റെ ഷേപ്പിൽ വരും. അപ്പോൾ ഇഞ്ചതൊക്കെ കണ്ടില്ലേ, ഞാൻ കജ്ജിൽ വെച്ചാക്കിയതാണ്. ഒരു മൂടിൻ്റെ ആവശ്യമില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് റൗണ്ടിൽ വന്നേക്കണില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഒക്കെ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ, അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത് എന്നാ വെച്ചാൽ മീനൂട്ടീൻ്റെ സ്കൂളിൽ ഇതുണ്ടായിന് കേട്ടോ, പലഹാരമേള ഉണ്ടായിന്. അപ്പോൾ ഓൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനും വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഓർക്ക് സ്കൂളിട്ട് വരുമ്പോൾ ചായക്കും കടിയും കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നിങ്ങനെ പൊറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ വടയും തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ വടി ഇതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. അതും ഇതേപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്ത് കണ്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇതിൽ ഞാൻ കാണിച്ച് തന്നിക്കണോന്നറിയില്ല. അപ്പോൾ ഇനി ഗ്രീൻ പീസൊക്കെ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി വെക്കണം, ഇതും രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നല്ലോണം ഒന്ന് ചൂടായ എണ്ണയൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നും ഒരേ കടിയാകുമ്പോൾ മക്കൾക്ക് നല്ല തീർപ്പതിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിക്കാരം. അങ്ങനത്തെ പൊരിക്കടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കാരം. പിന്നെ നമ്മൾ പീടിയിൽ നിന്നൊക്കെ കൊക്കവട അല്ലെങ്കിൽ പഴംപൊരി അതൊക്കെ നമ്മൾ പീടിയിൽ നിന്നൊക്കെ വാങ്ങി കൊടുക്കണേലേറെ നല്ലതല്ലേ നമുക്ക് നമ്മളെ പെരയിൽ നല്ല ഫ്രഷായിട്ടില്ല ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്നൊക്കെ ഉപയോഗിച്ച എണ്ണയാണെന്ന് ഇപ്പോൾ നമുക്കറിയില്ലല്ലോ. പിന്നെ നമ്മൾ ഉപയോഗിച്ച എണ്ണ പിറ്റേ ദിവസമൊക്കെ എടുക്കാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ബാക്കി വരുന്ന എണ്ണ ഞാൻ എന്തായിട്ടെന്ന് പറയാം മീൻ പൊരിച്ചാനൊക്കെ എടുക്കലുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചാറ് തോമിച്ചാൻ അങ്ങനെയൊക്കെ എടുത്തുക്കാണ്ട് അവിടെ കഴിച്ചാൽ കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഇങ്ങനത്തെ പൊരിച്ചാനൊന്നും പിന്നെ ഉപയോഗിച്ചില്ല, ഒരു ദിവസം എടുക്കൂട്ടോ ഞാൻ. അപ്പോൾ അതിന് പാകത്തിന് ഞാൻ ഇങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചുള്ളൂ, കണ്ടമാനം ഒഴിച്ച് കാണ്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ആവില്ലേ. അപ്പം കുറച്ചൊക്കെ പാരും എന്നിട്ട് പിന്നെ മീൻ പൊരിച്ചാനും ചാറ് തോമിച്ചാനും ഒക്കെ എടുക്കലാണ് കേട്ടോ. അങ്ങനെ അതാക്കണേ നമ്മളെ ചെറുപയർ വട ഒരു ഭാഗമൊക്കെ വെന്ത് വാങ്ങി വെച്ചിട്ടോ, ഒരു ഇത് വാങ്ങിക്കണമെങ്കിൽ ബാക്കിയുള്ള കൂടി ഒന്നും കൂടി ഒന്ന് പുറമൊന്ന് വെന്ത് കിട്ടാണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതും കൂടി വെന്തിക്കണേ, ഇനി നമുക്ക് അതും കൂടി ഒന്ന് വാങ്ങി വെക്കട്ടോ. അപ്പോൾ അതാ ഞാനിങ്ങനെ വാങ്ങിയിട്ട് ചട്ടിൻ്റെ മേലെ ഇങ്ങനെ എണ്ണ ചോരാനും വേണ്ടി അങ്ങനെ വെക്കും കേട്ടോ. എന്നാൽ പിന്നെ എണ്ണയൊക്കെ ചോർന്നിട്ട് പിന്നെ ഞാൻ അതിൽ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ മുന്നേക്ക് നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കണ്ട കൂട്ടുകാർക്കും ഇനി കാണുന്ന കൂട്ടുകാർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെയാണ് കേട്ടോ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റും ലൈക്കും ഒക്കെ നമുക്ക് നമ്മളെ ഇതിലിങ്ങനെ കാണുമ്പോൾ നല്ലൊരു തൃപ്തിയാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ നമ്മളെ ചെറുപയർ കണ്ട നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിക്കണം കേട്ടോ. കാണുന്ന പോലെ തന്നെ മക്കളെ തിന്നാനും നല്ല രസം ഉണ്ടായിന് കേട്ടോ. ഇത് ചുട്ടപ്പോൾ തന്നെ അപ്പോൾ മക്കൾ സ്കൂൾക്ക് പോകുന്നതിൻ്റെ മുന്നെയാണ് കേട്ടോ ഞാനിത് ചുട്ടീനത്. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല തീർപ്പതിയാക്കണം കേട്ടോ. മക്കൾ ചുട്ടപ്പോൾ തന്നെ ഓരോന്നൊക്കെ കൊണ്ടുപോയി തിന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി സ്കൂളിൽ തരുമ്പോഴും തരണ്ടി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിന്നാൻ അങ്ങനെ തിന്നുക, അല്ലെങ്കിൽ ഇനി 4 മണിയാകുമ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കാനും വേണ്ടി തിരഞ്ഞ് നടക്കണം. അപ്പോൾ പിന്നെ ഞാൻ ഓരോന്നൊക്കെ പോയപ്പോൾ കൊടുത്തുകാണ്ട് ഇനി വന്നിട്ട് തരട്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ടേസ്റ്റ് നോക്കിക്കോളി എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത്, അല്ലെങ്കിൽ ഞാൻ ഇനി വൈകുന്നേരം ആകുമ്പോൾ സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കടി ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് മടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുത്തിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ വട സൂപ്പറായി വന്നിക്കണ്, അടിപൊളിയായി വന്നിക്കണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് കാണാൻ? നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ ആയോ? കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം കണ്ടിട്ട് ഇഷ്ടമായിക്കണമെന്ന് വെച്ചെങ്കിൽ ഇനി ഉണ്ടാക്കി നോക്കി തിന്ന് കണ്ട് ഒന്ന് അഭിപ്രായം പറഞ്ഞു നോക്കണം കേട്ടോ. നമ്മളെ പരിപ്പ് വടയും ഗ്രീൻ പീസിൻ്റെ വടയും ഒക്കെ തിന്നണില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും. ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിക്കണോ എന്നറിയില്ല. അപ്പോൾ നാളെ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.